കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ കുറച്ച് പോർഷൻസ് കൂടിയാണ്. അവിടെ നമുക്ക് വേരിയസ് ഡിഡക്ഷൻസ് അല്ലെങ്കിൽ ടാക്സ് പ്ലാനിങ് മാനേജറിയൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ക്യാരി ഫോർവേഡും സെറ്റ് ഓഫും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരിക്കും, ബട്ട് അത് ഇവിടെയും കൂടി നമുക്ക് നോക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇയറിൽ വന്നിട്ടുള്ള ലോസിനെ നമുക്ക് അടുത്ത ഇയറിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു ഇയർക്ക് നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം അതേ ഹെഡിലത്തെ ഇൻകത്തിൽ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അടുത്ത ഇയറിൽ അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റേണ്ടാവുള്ളൂ. ചിലപ്പോൾ മറ്റേതെങ്കിലും ഹെഡ് യൂസ് ചെയ്തിട്ടും സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുക, അതല്ലെങ്കിൽ എന്താണ് സെറ്റ് ഓഫ് എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. ഒരു ചെറിയ ഏരിയ ആണ്, നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് ഒരുപാട് എഴുതാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ വൈസ് നമുക്ക് പഠിച്ചു വെച്ചാൽ എളുപ്പമായിരിക്കും. അപ്പോൾ അതിലുള്ളത് ഓരോ ഹെഡ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഹെഡ്സ് ഓഫ് ലോസ് നോക്കുക, അത് ഏതൊക്കെ ഹെഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാമെന്നുള്ളതും കൂടെ പഠിച്ച് വെക്കുക. ആൻഡ് മാക്സിമം എത്ര ഇയർ വരെ നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് ഈ ഒരു ടേബിൾ ഇങ്ങനെ പഠിച്ചാൽ മതി. അതിലുള്ളത് ഒന്നാമത്തത് ലോസ് ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ് ആണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ് ആവുന്ന സമയത്ത് അവിടെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിനുള്ള ഇൻകം യൂസ് ചെയ്തിട്ട് മാത്രമേ അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് മാക്സിമം 4 ഇയേഴ്സ് വരെ നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാം. ആൻഡ് അതർ ബിസിനസ് എന്നുള്ള ലോസ് ആണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ തന്നെ നമ്മൾ അതിനെ സ്പെക്കുലേറ്റീവും നോൺ സ്പെക്കുലേറ്റീവും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മുടെ ബിസിനസ്സിന് കിട്ടുന്ന ഇൻകം. ആ ബിസിനസ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി ഇൻകം ഒഴികെ ബാക്കി ഏത് ഹെഡ്സ് ഓഫ് ഇൻകം യൂസ് ചെയ്തിട്ടും സെറ്റ് ഓഫ് ചെയ്യാം. അടുത്ത കൊല്ലം നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്താൽ അടുത്ത കൊല്ലം നമുക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഇൻകത്തിലാണ് ബാലൻസ് ഉള്ളത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ്റെ ഇൻകത്തിലാണ് ബാലൻസ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻകം യൂസ് ചെയ്തിട്ടും ബിസിനസ് ഇൻകം സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാക്സിമം 8 ഇയേഴ്സ് വരെ നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നെക്സ്റ്റ് വൺ ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ്സാണ് സെക്ഷൻ 35A(D)യിൽ പറഞ്ഞിരിക്കുന്നത്. ആ സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ കോൾഡ് ചെയിൻ ഫെസിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെയർ ഹൗസ് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം. അങ്ങനെ ഒരു 35A(D)യിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഏതെങ്കിലും ഒന്നിൽ ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ അതേ ബിസിനസ് ഇൻകം സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അത് എത്ര ഇയർ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാം. നെക്സ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്തിട്ട് മാത്രമാണ്. അതേസമയം ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് STCG ഓർ LTCG ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ യൂസ് ചെയ്തിട്ട് അതിനെ സെറ്റ് ഓഫ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ അല്ലാത്ത മറ്റൊരു ഹെഡ്സ് ഓഫ് ഇൻകം യൂസ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതായത് പ്രോപ്പർട്ടി ഇൻകം ബിസിനസ് ഇൻകം ഒന്നും യൂസ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ലോസും ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും സെറ്റ് ഓഫ് ചെയ്യാം. ബട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് മാത്രമേ ഉള്ളൂ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക. രണ്ടും നമുക്ക് 8 ഇയേഴ്സ് വരെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാം. ദെൻ ലോസ് ഫ്രം ബിസിനസ് ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സസ് ആണ്. അത് നമ്മുടെ കാഷ്വൽ ഇൻകത്തിൽ വരുന്ന ഒരൈറ്റാണ്. അത് നമുക്ക് സെയിം ഹെഡ് ഓഫ് ഇൻകം യൂസ് ചെയ്തിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം 4 ഇയേഴ്സ് വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. ദെൻ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം യൂസ് ചെയ്തിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം 8 ഇയേഴ്സ് വരെ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാം. ഇതാണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് സെക്ഷനിലാണ് ഡിസ്കസ് ചെയ്യുന്നത്? 72 ആണ് ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെക്ഷനും ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് തന്നെ എഴുതാനുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചിട്ട് നമുക്കത് പാരഗ്രാഫ് മോഡലാക്കിയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ 2 എക്സാമ്പിൾസാണ്. ഒന്നാമത്തത് കോസ്റ്റ് ഓഫ് അസറ്റ്. ഇത് ഓൺ ഓർ ലീസ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. പ്രോബ്ലമായിട്ട് അങ്ങനെ ചോദിക്കലില്ലെങ്കിൽ നമുക്കൊരു കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൺ ഓർ ലീസിലാവുന്ന സമയത്ത് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന
അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാവുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡിപ്രിസിയേഷനും അതുപോലെ നമ്മൾ അത് ഹയർ പർച്ചേസിനോ അതല്ലെങ്കിൽ ലോൺ എടുത്തിട്ടോ ആണ് ആ ഒരു അസറ്റ് വാങ്ങിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്രിസിയേഷനും അതിൻ്റെ ഇൻട്രസ്റ്റും, ഇത് രണ്ടുമാണ് നമുക്ക് ഓൺ എന്ന് പറയുന്ന കേസിൽ ഡിഡക്റ്റ് ചെയ്യാവുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതേസമയം ലീസ് ആവുന്ന സമയത്ത് ലീസിൻ്റെ റെൻ്റൽ ചാർജസ് ആണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്ന എക്സ്പെൻസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ കോസ്റ്റ് ഓഫ് അസറ്റ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് അസറ്റ് തന്നത് നമുക്ക് ഡിപ്രിസിയേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ദെൻ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ അവിടെ തന്നിട്ടുണ്ട് 15% ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂവിലുള്ള ഡിപ്രിസിയേഷൻസ് കണ്ടെത്തുക. അതായത് ഓരോ ഇയറിലും എക്സോസ്റ്റഡ് ആയിട്ട് പോകുന്നതാണ് WDV മെത്തേഡ് എന്ന് പറയുന്നത്. ഈ WDV യൂസ് ചെയ്തിട്ട് നമ്മൾ 2 lakhൻ്റെ മുകളിൽ 15% ഓരോ ഇയറിലും കുറയുന്ന രീതിയിൽ ഡിപ്രിസിയേഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. അത് ലോണിൻ്റെ എമൗണ്ടിൻ്റെ മുകളിലായിരിക്കും നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണേണ്ടി വരിക. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ബൈ അസസി 40,000 per annum ആണ്. ദെൻ റേറ്റ് ഓഫ് ടാക്സ് 30.19%. Then residual value 40,000 after 5 years. Then profit of the assessee 2 lakh before depreciation, interest and tax, before the lease rent and tax, and lease rent is 60,000. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് വെച്ചിട്ടാണ്. കാരണം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിഫോർ ഡിപ്രിസിയേഷൻ, ഇൻട്രസ്റ്റ് ആൻഡ് ലീസ് റെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറയ്ക്കേണ്ട ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് കാണുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ അസറ്റ് ഓൺ ചെയ്യുന്ന കേസ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന കേസ് നോക്കുക. അതിൽ നമുക്ക് പ്രോഫിറ്റ് 2 lakh വെച്ചിട്ടാണെന്ന് പറഞ്ഞു 5 ഇയറിലും. സോ 5 ഇയേഴ്സിലും നമ്മൾ 2 lakh ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ടോട്ടൽ 10 lakh ഉണ്ടായിരിക്കും. ഇനി ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ആദ്യം 2 lakhൻ്റെ 15% കണ്ട 30,000 ആണെന്ന് കിട്ടും. സോ 2 lakh മൈനസ് 30,000 എന്ന് പറയുമ്പോൾ 1,50,000 ആണ് ആ ഇയർ എൻഡിൽ അസറ്റിൻ്റെ വാല്യൂ. ഈ 1,70,000ൻ്റെ മുകളിൽ 15% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 2,55,000 കിട്ടും, 25,500 കിട്ടും. അപ്പോൾ അതാണ് സെക്കൻഡ് ഇയർത്തെ ഡിപ്രിസിയേഷൻ. സോ ഈ 1,70,000 ആയിട്ടുള്ള വാല്യൂന്ന് 25,500 കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ഇയറിൽ 1,74,500 കിട്ടും. ഇനി ഈ 1,74,500ൻ്റെ 15% കണ്ടാൽ 21,675 കിട്ടും. അത് ഈ 1,74,500 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 1,78,325 കിട്ടും. അങ്ങനെ ഓരോ ഇയറിലും നമ്മൾ എന്ത് ചെയ്യാണ്? ഡിപ്രിസിയേഷൻ കുറച്ച് കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പോൾ ഈ എമൗണ്ടിലുള്ള നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കേട്ടോ, ഓരോ ഇയർത്തെയും അസറ്റിൻ്റെ വാല്യൂ എന്ന്. ഇപ്പോൾ ആദ്യത്തെ ഇയറിലാണെങ്കിൽ 2 lakh മൈനസ് 3 lakh 1,70,000. ആ 1,70,000ന് 2,55,000 25,500 കുറച്ച് കഴിഞ്ഞാൽ ആ ഇയർത്തെ എൻഡ് വാല്യൂ കിട്ടും. അതിൻ്റെ മുകളിൽ വീണ്ടും 15% കണ്ട് കുറച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർത്തെ ഫൈനൽ വാല്യൂ കിട്ടും. സോ അതിൻ്റെ മുകളിൽ വീണ്ടും 15% കണ്ടാൽ തേർഡ് ഇയർത്തെ ഡിപ്രിസിയേഷൻ കിട്ടും. അത് സെക്കൻഡ് ഇയർത്തെ അതിൻ്റെ വാല്യൂ എന്ന് കുറച്ച് കഴിഞ്ഞാൽ തേർഡ് ഇയർത്തെ ഫൈനൽ വാല്യൂ കിട്ടും. തേർഡ് ഇയർത്തെ കിട്ടിയിരിക്കുന്ന വാല്യൂവിൻ്റെ മുകളിൽ 15% കണ്ടു കഴിഞ്ഞാൽ ഫോർത്ത് ഇയറിലേക്കുള്ള ഡിപ്രിസിയേഷൻ കിട്ടും. അത് തേർഡ് ഇയർത്തെ വാല്യൂ എന്ന് കുറച്ച് കഴിഞ്ഞാൽ ഫോർത്ത് ഇയർത്തെ ഇയർ എൻഡഡ് വാല്യൂ കിട്ടും. ഇങ്ങനെ 5 ഇയറിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവയ്ക്കുക. അത് ആദ്യം നമ്മൾ സെപ്പറേറ്റ് നോട്ടായിട്ട് കണ്ടുവച്ചാൽ ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ 2 lakhൽ നിന്ന് നമ്മൾ ഈ കണ്ടുവച്ചിരിക്കുന്ന ഓരോ എമൗണ്ടും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് എന്നുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. അതായത് ഡിപ്രിസിയേഷൻ മാത്രം കുറച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് നമുക്ക് കിട്ടും. അതിന് വീണ്ടും നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കുക. എപ്പോഴും ഡിപ്രിസിയേഷൻ ആദ്യം കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഡിപ്രിസിയേഷനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. അതിന് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 10% പിന്നീട് കുറയ്ക്കുക. ഈ 10% എന്തിൻ്റെ മുകളിലാണ് കാണേണ്ടത്? നമ്മളുടെ ഈ അസറ്റിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണോ നമ്മൾ ലോൺ എടുക്കേണ്ടി വന്നിരിക്കുന്നത് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലോൺ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ലോൺ എമൗണ്ട് എങ്ങനെയാണ് കിട്ടുക? അത് നമുക്ക് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. ബട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 40,000 വെച്ചിട്ടാണ് അസസി ഓരോ ഇയറിലും ലോൺ എമൗണ്ട് അടയ്ക്കുന്നത്. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ എത്ര, അങ്ങനെ 5 ഇയേഴ്സിൽ അടയ്ക്കുന്നുണ്ട്. സോ 40,000 × 5 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാകും? 20 lakh ഉണ്ടാകും.
അപ്പോൾ 20 ലാക്കാണ് ടോട്ടൽ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത്. ആ 20 ലാക്കിൻ്റെ മുകളിൽ 10% കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ഇപ്പോൾ 20 ലാക്ക് ഓഫ് 10% ഓഫ് 20 ലാക്ക് എന്ന് പറയുമ്പോൾ 20,000, അതാണ് ഈ എമൗണ്ട്. ഇനി നേരത്തെ ഡിപ്രിസിയേഷൻ കണ്ടതുപോലെ തന്നെ 20 ലാക്കിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ഇയറിൽ ഇൻട്രസ്റ്റ് 20,000 അടച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാകും? 20 ലാക്കിൽ നിന്ന് 20,000 അടച്ചു കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് എമൗണ്ട് ഉള്ളത്, അതിൻ്റെ മുകളിൽ വീണ്ടും 10% കാണുക. ദെൻ അത് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ടിന് വീട്ടിൽ പിന്നെ 10,000 കാണുക. ഇങ്ങനെ ഓരോ ഇയറിലും 5 കൊല്ലത്തേക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ കണ്ടതുപോലെ തന്നെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കുറച്ച് അതിൻ്റെ മുകളിൽ 10% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടുകളും കിട്ടും. കാൽക്കുലേറ്റ് ചെയ്താൽ ഇത്രയും എമൗണ്ട് കിട്ടും. ഇത് നമ്മൾ ആദ്യം കണ്ടു വയ്ക്കുന്നതാണ് നല്ലത്. ദെൻ ഈ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ കുറച്ചു, ഇൻട്രസ്റ്റും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. അതായത് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സും കൂടെ കണ്ടു നമ്മുടെ ആൻസറിലേക്ക് എത്തും. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ടുള്ള ഈ എമൗണ്ടിൽ നിന്ന് 30.9 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 30.9% വെച്ചിട്ട് നമ്മൾ ടാക്സ് കുറയ്ക്കുക. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണെന്നുള്ളത് 5 കൊല്ലത്തിൽ നമുക്ക് ഡാറ്റ കിട്ടും. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അസറ്റ് ഫൈനൽ ഇയറിൽ നമുക്ക് പ്രോഫിറ്റ് ഓഫ് ദ അസസി എന്ന് പറയുന്നത് 2 ലാക്കാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 2 ലാക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട്. 2 ലാക്കാണ് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിന്ന് നമ്മളുടെ ടോട്ടൽ എത്രയാണോ നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് 1,11,259. ദെൻ ഈ അസറ്റ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ 5 ഇയർ കഴിയുമ്പോൾ വിറ്റാൽ നമുക്ക് 40,000 കിട്ടുന്ന റെസിഡ്യൂൽ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ഈ 2 എമൗണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫിഗർ കിട്ടും. ഇത് ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണ്. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് പറയുന്നത് ഈ 2 എമൗണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന എമൗണ്ട് നമ്മളുടെ ഫൈനലി നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ഓഫ് അസസിനേക്കാൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ 1,11,259 ഡിപ്രിസിയേഷനായിട്ട് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ റെസിജ്വൽ വാല്യൂ ആയിട്ട് 40,000 ഉണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,50,000 സംതിങ് കിട്ടും. അത് നമ്മളുടെ പ്രോഫിറ്റ് ഓഫ് ദ അസസിയിൽ നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് കിട്ടും. ഇതുവരെ നമ്മുടെ ആദ്യത്തെ പാർട്ടാണ് അല്ലെങ്കിൽ ഓൺ ചെയ്യുന്ന കേസാണ് ഉള്ളത്. ഇനി ലീസിനെടുക്കുന്ന സമയത്ത് ആകെ ലീസ് റെൻറ്റ് മാത്രമേ നമുക്ക് കുറയ്ക്കാനുള്ളൂ. അതായത് ആദ്യത്തെ 5 കൊല്ലത്തെ 2 ലാക്ക് നമ്മുടെ പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നത് ലെസ് ലീസ് റെൻ്റ് ആണ്. ലീസ് റെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് 60,000 പെർ ആനം വെച്ചിട്ടാണ് ലീസ് റെൻറ്റ് വരുന്നത്. ലീസ് റെൻറ്റ് 60,000 വെച്ചിട്ട് അത് നമുക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ല. എല്ലാ കൊല്ലവും ഒരേ ലീസ് റെൻ്റാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അത് കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സും കൂടെ കണ്ടു കഴിഞ്ഞ് അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും കിട്ടും. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ലീസ് റെൻറ്റ് മാത്രമേ കുറയ്ക്കാനുള്ളൂ. മറ്റേടത്താണെങ്കിൽ ഡിപ്രിസിയേഷനും ഇൻട്രസ്റ്റും നമുക്ക് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് ഇത്രയും എമൗണ്ട് നമുക്ക് 5 കൊല്ലമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതാണ് എടുക്കേണ്ടതെന്നുള്ളതാണ്. വി ഹാവ് ടു ഓപ്റ്റ് ഫോർ പർച്ചേസ് ഓർ ലീസ്. ലീസ് ചെയ്ത സമയത്ത് ടോട്ടൽ 4,83,700 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി പർച്ചേസ് ചെയ്ത സമയത്ത് 5,72,660 ആണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്. എന്നാൽ അതിൽ നമുക്ക് ലോസ് ആയിട്ടൊരു 48,741 ഉണ്ട്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി 5,23,919 ആണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രോഫിറ്റ് കൂടുതലുള്ളതെന്ന് പറയുന്നത് അത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൂടുതലുള്ളത് പർച്ചേസ് ചെയ്യുന്ന കേസിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. നമ്മൾ നോട്ട് പറഞ്ഞ സമയത്തും പറഞ്ഞിട്ടുണ്ട് ലീസ് റെൻറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നത് ഡിപ്രിസിയേഷനും ഇൻട്രസ്റ്റും കൂടെ ക്ലെയിം ചെയ്യുന്ന സമയത്താണ്. നമ്മുടെ കയ്യിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുതന്നെയാണ് ഇവിടെ ഉള്ളത്. പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. പ്രോഫിറ്റിനാണ് നോക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് കൂടുതലുള്ളത് എടുക്കുക. ടാക്സ് സേവിങ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൂടുതലുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം.
ഓക്കെ.